സോ ഞാൻ വളരെ ക്വിക്കായിട്ട് എനിക്ക് ഈ അടുത്തുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സ്ഥലത്ത് വെച്ച് അതിനെ ചേച്ചിയായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മിഷണറി ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ചെറിയൊരു ഒരു എക്സ്പോഷർ പ്രോഗ്രാമിന് ഞാൻ പ്രോഗ്രാമല്ല ഒരു ഇതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 15 വരെ ആഫ്രിക്കയിലെ മാഡഗാസ്കർ എന്ന് പറയുന്ന ഒരു രാജ്യത്തായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയാനാണെങ്കിൽ, മാഡഗാസ്കർ എന്ന് പറയുന്നത് ജീസസ് യൂത്തിന് ഒരു പ്രസൻസും ഇല്ലാത്തൊരു രാജ്യമാണ്. അപ്പം അവിടെ SD എന്ന് പറയുന്ന കോൺഗ്രിഗേഷനിലുള്ള സിസ്റ്റർമാർക്ക് ഓൾറെഡി മിഷൻ അവിടെയുണ്ട്. അപ്പം അവർ ജീസസ് യൂത്തിനെ ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു അവരുടെ കൂടെ ട്രാവൽ ചെയ്യാനായിട്ട്. അങ്ങനെ ഞാനും നമ്മുടെ ഇപ്പോഴത്തെ ജീസസ് യൂത്തിൻ്റെ നാഷണൽ കോർഡിനേറ്ററായ സണ്ണി ഗുഡിനോയും കൂടെയാണ് ജീസസ് യൂത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത് അവരുടെ കൂടെ പോയത്. അപ്പം ഞാൻ ഏകദേശം 1 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ഏറ്റവും ആദ്യം പോകുന്നത് അൻസിറാബെ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടുന്ന് ഞങ്ങൾ പിന്നീട് ഒരു 3-4 സ്ഥലങ്ങളിലോട്ട് അതിനുശേഷം പോകുന്നുണ്ടായിരുന്നു. അപ്പം ഈ പെർട്ടിക്കുലർ സ്ഥലത്ത് ഞങ്ങളായിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഞങ്ങൾ പോയത് അവിടെ ഒരു പാരിഷിലോട്ടാണ്. അവിടുത്തെ ഒരു പാരിഷിൽ ഒരു റിട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോയത്. അപ്പം ഈ പാരിഷിൽ റിട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും പുറകിൽ കുറച്ച് സിസ്റ്റർമാർ വന്നിരിപ്പുണ്ടായിരുന്നു. ആ സിസ്റ്റർമാർ MC കോൺഗ്രിഗേഷനിലുള്ളവരായിരുന്നു, മിഷണറീസ് ഓഫ് ചാരിറ്റി, മദർ തെരേസ സിസ്റ്റേഴ്സിലുള്ളവരായിരുന്നു. അപ്പം അവരുടെ കോൺവെൻറ്റ് ഈ പാരിഷിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ്. അപ്പം ഞങ്ങളുടെ റിട്രീറ്റിന് ശേഷം നമുക്ക് ആ കോൺവെൻറ്റിൽ ഒന്ന് പോകാം എന്നും പറഞ്ഞ് MC കോൺവെൻറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ഇടവന്നു. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കയറി വന്നപ്പോൾ ഉടനെ തന്നെ അവിടെ ഒരു ക്രൊയേഷ്യക്കാരി ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ ഫെലിസീറ്റ ക്രിസ്റ്റി എന്നാണ് സിസ്റ്ററിൻ്റെ പേര്. സിസ്റ്റർ വന്നപ്പോൾ തന്നെ എന്നെയും സണ്ണിബായിനെയും കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തുകൊണ്ടാണെന്ന്. അപ്പം സിസ്റ്റർ ഞങ്ങളോട് പിന്നീടാണ് പറയുന്നത്, നിങ്ങൾ ഇത്രയും സന്തോഷം കാണിക്കാൻ കാരണം നിങ്ങൾ ജീസസ് യൂത്ത് ആയതുകൊണ്ടാണെന്നാണ്. അപ്പം ഞാൻ മാഡഗാസ്കറിൻ്റെ ഒരു സാഹചര്യം പറയാനാണെങ്കിൽ, മാഡഗാസ്കറിന് ജീസസ് യൂത്ത് ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു രാജ്യമാണ്. ഒരു തേർഡ് വേൾഡ് കൺട്രിയാണ്, വളരെ പുവർ ആയിട്ടുള്ളൊരു രാജ്യമാണ്. ജീസസ് യൂത്തിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലായിരിക്കും. അപ്പം ഞങ്ങൾ ഞെട്ടിപ്പോയി, ഈ ക്രൊയേഷ്യക്കാരിയായിട്ടുള്ള സിസ്റ്ററിനെ ഞങ്ങളെ എങ്ങനെ അറിയാം എന്നുള്ള കാര്യം. അപ്പം സിസ്റ്റർ പിന്നീട് എങ്ങനെയാണ് ഞങ്ങളെ അറിഞ്ഞത് എന്നുള്ളൊരു കാര്യം വിവരിക്കാൻ തുടങ്ങി. അപ്പോൾ സിസ്റ്ററിന് അവിടെ ഉണ്ടായിരുന്ന ഒരു മലയാളി, ഒരു കണ്ണൂരുകാരി സിസ്റ്റർ നൈറ്റിംഗേൽ ഓഫ് ദ യൂക്കറിസ്റ്റ് എന്ന് പറയുന്ന അജന ചേച്ചിയുടെ ബയോഗ്രഫി കൊടുക്കാനായിട്ട് ഇടയായി. അപ്പോൾ സിസ്റ്റർ ഇത് വായിക്കുകയും ഒരുപാട് ഇൻസ്പയർഡ് ആവുകയും ചെയ്തു. അപ്പം ഈ ഒരു ഇൻസ്പിറേഷന് ശേഷമാണ് വലിയൊരു സംഭവം ഇവിടെ ഉണ്ടാകുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാഡഗാസ്കർ എന്ന് പറയുന്നത് വളരെ ഒരു കാത്തലിക് ആയിട്ടുള്ള കൺട്രിയാണ്. പക്ഷേ കാത്തലിക് ഫെയ്ത്ത് എന്ന് പറയുന്നത് വളരെ ലൂക്ക്വാം ആയിട്ടുള്ളൊരു ഫെയ്ത്ത് ഉള്ള രാജ്യമാണ്. മേ ബി ഒരു 2nd ജനറേഷൻ ഓഫ് കാത്തലിക്സ് മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ട്രൈബിൻ്റെ, ഒരു മലമണ്ടയിൽ കിടക്കുന്ന ഒരു ട്രൈബിൽ ഒരു മാമി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ MC കോൺവെൻറ്റിലോട്ട് വന്നു. ഈ മാമിക്ക് അജന ചേച്ചിക്കുണ്ടായ അതേ അസുഖമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഈ മാമീനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ആ സമയത്തൊന്നും അജന ചേച്ചിനെ അറിയത്തില്ല. അതിനുശേഷം ഈ കോൺവെൻറ്റിലോട്ട് വരുന്നു. ഈ കോൺവെൻറ്റിൽ സിസ്റ്റർ ശുശ്രൂഷിക്കാൻ തുടങ്ങുന്നു. ഈ വ്യക്തിയെ മരിക്കുമെന്ന് ഉറപ്പാണ് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് കോൺവെൻറ്റിലോട്ട് വരുന്നത്. അപ്പം അവിടെ വെച്ച് സിസ്റ്റർ ക്രിസ്റ്റി ഈ അജന ചേച്ചിയെക്കുറിച്ച് പറയുകയും ഈ കഥ വിവരിക്കുകയും ചെയ്തു. ഈ മാമി എന്ന് പറയുന്ന വ്യക്തി, എനിക്ക് തോന്നുന്ന ഫോട്ടോ നിങ്ങൾക്ക് കാണാം, ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഒരു വ്യക്തിയോട് അജന ചേച്ചിയെക്കുറിച്ച് പറയാൻ സിസ്റ്ററിന് ആ കഥ മുഴുവനും വിവരിക്കുകയും ഈ മാമി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് അജന ചേച്ചിയുടെ ലൈഫ് കണ്ട് ഇൻസ്പയർഡ് ആവുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം 1 മാസത്തോളം ശേഷമാണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. ഞങ്ങളവിടെ ചെല്ലുകയും ഞങ്ങൾ ജീസസ് യൂത്ത് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ജീസസ് യൂത്തിനെ കുറിച്ച് ഒരുപാട് അജന ചേച്ചിയിലൂടെ കേൾക്കുകയും ഒരുപാട് ഇൻസ്പയർഡ് ആയ ഒരു വ്യക്തിയും കൂടെയാണ്. ഒരുപാട് ഞങ്ങൾ ചെന്നപ്പോഴും ഒരുപാട് പെയിനിലൂടെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. എപ്പോഴും ഒരുപാട് സെക്രീഷൻസ് ഉണ്ടായിരുന്നു. ആൾക്ക് വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ഞങ്ങളോട് ആദ്യം വന്നപ്പോൾ പറഞ്ഞത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്നാണ് പറഞ്ഞത്. സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു, ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ, ഇത്രയും വേദനകളിലൂടെ പോകുന്ന ആളാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ, യാതൊരുവിധ നീഡ്സും ചോദിക്കാതെ, യാതൊരുവിധ ആഗ്രഹങ്ങളും ചോദിക്കാതെ ഞാൻ അനുഭവിക്കുന്ന ഈ സഫറിങ് ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു മാമി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, മാഡഗാസ്കർ എന്ന് പറയുന്ന രാജ്യം വളരെ ലൂക്ക്വാം ആയിട്ടുള്ള ഫെയ്ത്തും വളരെ ട്രൈബൽ ആയിട്ടുള്ള മെൻറ്റാലിറ്റിയും ഉള്ള ആൾക്കാരാണ്. ഞാനവിടെ മീറ്റ് ചെയ്ത എല്ലാവരും ഒരു പക്ഷേ അങ്ങനെയായിരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ
ഇങ്ങനെയൊരു വ്യക്തി ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു കൺവിക്ഷനിലോട്ട് പോകണമെങ്കിൽ അത് അജന ചേച്ചി ശരിക്കും ക്രിസ്തുവിൻ്റെ മുഖം കാണിച്ചു കൊടുത്തത് കൊണ്ട് മാത്രമായിരുന്നു. അതിൽ ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ ജീസസ് യൂത്ത് അജന ചേച്ചി അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ളൊരു നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഭിമാനം, എന്നെ ഒരുപാട് ടച്ച് ചെയ്തൊരു നിമിഷമായിരുന്നു ആ ഒരു സമയം. അപ്പം ഞാൻ മാമിയായിട്ട് സംസാരിക്കുകയും, ഒരു മലഗാസി എന്ന് പറയുന്ന ഭാഷയാണ് സംസാരിക്കുന്നത്, പക്ഷേ പറയുന്നത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സിസ്റ്റർമാരുണ്ടായിരുന്നു. ഓരോ തവണ പറയുമ്പോഴും എനിക്ക് അജന ചേച്ചിയുടെ കാര്യമാണ് ഓർമ്മ വന്നത്. ശരിക്കും അവിടെ കിടന്നിരുന്ന അജന ചേച്ചിയാണെന്ന് തോന്നിപ്പോയി. ഈ സ്കിറ്റിൻ്റെ അവസാനം പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു, നീ അനുഭവിച്ച സഫറിങ്ങിലൂടെ കർത്താവിൻ്റെ മുഖം അനേകർക്ക് കാണാൻ പറ്റിയെന്ന്. മഡഗാസ്കർ പോലത്തെ ഒരു തേർഡ് വേൾഡ് കൺട്രി, നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത, ജീസസ് യൂത്ത് എന്താണെന്ന് അറിയത്തില്ലാത്ത, വളരെ ലൂക്വാമായിട്ടുള്ള ഒരു ഫെയ്ത്ത് ഉള്ള ഒരു സെറ്റ് ഓഫ് പീപ്പിളിൻ്റെ ഇടയിൽ പോലും അജന ചേച്ചി ഇന്ന് ഇൻസ്പയർ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ഒരുപാട് അഭിമാനിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ അവിടുന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ സിസ്റ്റർ പറഞ്ഞത്, അജന ചേച്ചിയുടെ അമ്മയുടെയും അപ്പൻ്റെ അടുത്തും ഇതെന്തായാലും പറയണം, അവരറിയണം മോൾ എത്രത്തോളം ലോകത്തിൻ്റെ കോർണറിൽ വരെ ആളുടെ മെസ്സേജ് എത്തുന്നുണ്ടെന്നുള്ളൊരു കാര്യം. ഈ ഒരു എക്സ്പീരിയൻസ് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കർത്താവിന് ഒരുപാട് നന്ദി പറയുന്നു. ആൻഡ് ഇനിയും പല രാജ്യങ്ങളിലോട്ടും ലോകത്തിൻ്റെ പല കോണുകളിലോട്ടും അജന ചേച്ചിയുടെ മെസ്സേജ് എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടെ ഞാൻ അവസാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.